അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹാദിസത്തുൽ ഇഫ്ക് എന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്കെതിരെ ഉണ്ടായ അപവാദത്തിൻ്റെ കഥയെല്ലാം നീങ്ങി. അപ്പോഴുള്ള സാമൂഹ്യമായ അല്ലെങ്കിൽ മദീനയിലെ സാമൂഹ്യ ജീവിതം ഏതാണ്ട് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും മഹാനായ നബിക്കും ഒരുപാട് അനുകൂലമായി തീർന്നു. ഒരു ഭാഗത്ത് മക്കായിലെ മുശ്രിക്കീങ്ങളുടെ യുദ്ധ നീക്കങ്ങൾ അത് അവസാനിച്ചു. അത് അഹ്സാബ് യുദ്ധത്തോടുകൂടെ അവർ ആ ശ്രമം ഉപേക്ഷിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു അത്. മറ്റൊന്ന്, മദീനയിലെ ജൂത സമൂഹം പരിപൂർണമായും നിഷ്കാസിതരായി. അവരുടെ ശല്യം ഇപ്പം മദീനയിലില്ല. മൂന്നാമത്തേത്, പിന്നെ ഏറ്റവും ഭീഷണമായ ഒന്നുണ്ടായിരുന്നത് മുനാഫിക്കുകളായിരുന്നു. മുനാഫിക്കുകൾ സജീവമായിരുന്നു. അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ മരിക്കുന്നത് വരെയും തൻ്റെ ഈ കാപഢ്യം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ചരിത്രം പറയുന്നത്. പക്ഷേ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂലിന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്കെതിരെയുള്ള അപവാദം എന്ന ആ സംഭവം, ആ പ്രചരണം കഴിഞ്ഞതിന് ശേഷം പിന്നെ സമൂഹത്തിൽ, തൻ്റെ സ്വന്തം സമൂഹത്തിൽ പോലും ഒരു വിശ്വാസ്യതയുമില്ലാത്ത ഒരു ദയനീയമായ അവസ്ഥയിലേക്ക് വന്നു. നമ്മൾ സൂക്ഷ്മമായി ചരിത്രം പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ ഒരുപാട് കുതന്ത്രങ്ങൾ ഇസ്ലാമിനെതിരെ പ്രകടിപ്പിച്ചുവെങ്കിലും ഈ ഹാദിസത്തുൽ ഇഫ്കിന് ശേഷം, ഈ അപവാദ പ്രചരണത്തിന് ശേഷം അത് നടന്നില്ല. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, അദ്ദേഹത്തിൻ്റെ ജനതയ്ക്ക് തന്നെ അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അദ്ദേഹം പിന്നീട് എന്ത് പറഞ്ഞാലും ആ ജനതയായിരുന്നു അതിനെ ആദ്യം നിരൂപിച്ചിരുന്നത് എന്നാണ്, നിരൂപണം ചെയ്തിരുന്നത് അവരായിരുന്നു എന്നാണ്. അതൊന്ന്. രണ്ടാമത്തേത്, അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ, അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു സഹാബിയായിരുന്നു, നബിയുടെ വലങ്കൈയായിരുന്നു. മാത്രമല്ല, എൻ്റെ പിതാവ് ഇസ്ലാമിനും അങ്ങേക്കുമെതിരിൽ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ കഥ കഴിച്ചോളാം എന്ന് ഒരിക്കൽ അബ്ദുള്ള വന്ന് നബിയോട് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഒരാളുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമാണ് മകൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും മൂത്ത മകൻ, പ്രത്യേകിച്ചും വലിയ മകൻ. അപ്പോൾ ആ മകൻ എതിരായതോടുകൂടെ വീട്ടിൻ്റെ ഉള്ളിലെ പിടി അയഞ്ഞുപോയി. പിന്നെ ഇതെല്ലാം കൂടി വന്നപ്പോൾ മദീനയിലെ പൊതുസമൂഹത്തിലും ഒരു 2ാം തര പൗരനായി മാറി അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ. അപ്പോൾ പിന്നെ ആ ശല്യവും ഇല്ല. പിന്നെ ഏതാണ്ട് നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞ പോലെ അറേബ്യയുടെ പല ഭാഗത്തും ചില ഗോത്രങ്ങൾ, ചില പ്രത്യേക ആൾക്കാർ, അങ്ങനെ ഇസ്ലാമിനെതിരെയുള്ള ചെറിയ ചെറിയ ഓലപ്പടക്കങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അത് മാത്രം ഉണ്ടായിരുന്നത്. അത് ഹിജ്റ 5 നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഹിജ്റ 6ൻ്റെ ആദ്യ ഭാഗത്തായി അത്തരം വെല്ലുവിളികളെയൊക്കെ ഒന്നിനു പുറകെ ഒന്നായി ചെറിയ സംഘങ്ങളെ നിയോഗിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇസ്ലാമിക സമൂഹവും തീർക്കുകയും ചെയ്തു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ദൗമത്തുൽ ജന്തലിലേക്ക് ഒരു ദൗത്യ സംഘം ഈ സമയത്ത് പോകുന്നുണ്ട്. അത് ബനു കൽബ് ഗോത്രക്കാരുടെ ഭാഗത്തിൽ നിന്നുണ്ടായേക്കാവുന്ന ഒരു എതിർപ്പിനെ നേരിടാൻ വേണ്ടിയായിരുന്നു. അത് വിജയിച്ചു. പിന്നെ അലി റളിയല്ലാഹു അൻഹു, നമ്മൾ നേരത്തെ പറഞ്ഞു, യഹൂദികളെല്ലാം പോയത് ഖൈബറിലേക്കാണ്. ഖൈബറിലെ ഒരു പ്രദേശമാണ് ഫദക്. ആ ഗ്രാമത്തിലാണ് അവർ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ചെറിയ ഒരു തിരയനക്കം ഇസ്ലാമിനെതിരെ ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ അങ്ങോട്ട് പോയി അത് കൈകാര്യം ചെയ്തു. അതിൽ വിജയിച്ചു വന്നു. അബൂബക്കർ റളിയല്ലാഹു വാദി ഖുറയിലേക്ക് പോയത് ഈ സമയത്താണ്. അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ നേതൃത്വത്തിൽ, ആ സ്ത്രീ പൈശാചികതയൊക്കെ ഉള്ളൊരു സ്ത്രീയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരെ എന്തോ പേരിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീക്ക് തൻ്റെ കച്ചവടം, തൻ്റെ വ്യാപാരം, തൻ്റെ ഭാവി അതെല്ലാം
മുഹമ്മദ് നബിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ആദർശവും മദീനയിൽ വളർന്നു കഴിഞ്ഞാൽ അപകടപ്പെടും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആ സ്ത്രീ കുറച്ച് ആൾക്കാരുമായിട്ട് എതിരെ രംഗത്തിറങ്ങാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കിയതാണ്. അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ശരീഅത്ത് പരാജയപ്പെടുത്തുകയും ചെയ്തു. കുർസുബിന് ആമിർ അൽ ഫിഹിരി ജാബിർ അൽ ഫിഹിരി കുർസുബിന് ജാബിർ അൽ ഫിഹിരി റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഉക്കൽ ഉറൈന ഗോത്രത്തിലേക്ക് പോയത് അത് ഈ സമയത്താണ്. അതായത് അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു 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 വേറിട്ട സംഭവമായിരുന്നു എന്ന് പറയാം. അതായത് ഉക്കൽ ഉറൈന 2 കുടുംബങ്ങളാണ്. ഈ 2 കുടുംബങ്ങളിൽ നിന്നുള്ള ഏതാനും ആൾക്കാർ മദീനയിൽ വന്നു. അവർ ഒരു കരിമ്പൊടൊക്കെ പുതച്ചുകൊണ്ട് കണ്ടാൽ തന്നെ ഒരു വളരെ വിഷമകരമായ രീതിയിലും രൂപത്തിലും ഭാവത്തിലുള്ളൊരു വരവായിരുന്നു അവരുടെ വരവ്. അവർ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്കെല്ലാം ചൊറി ബാധിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്കെല്ലാവർക്കും മാരകമായ രോഗങ്ങൾ ബാധിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ചികിത്സ തേടി വന്നിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് ചികിത്സയൊന്നുമില്ലല്ലോ, നബി തന്നെയാണ് ചികിത്സകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്തിൻ്റെ പാലും മൂത്രവും എന്നാണ് പറയുന്നത്, ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതിന് മാത്രം പാല് വിടുന്ന എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ബൈത്തുൽ മാൽ പറഞ്ഞാൽ ട്രഷറിയാണ്, ട്രഷറിക്കാണ് ബൈത്തുൽ മാൽ എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ധാരാളം ഒട്ടകങ്ങളുണ്ട്. ആ ഒട്ടകങ്ങളുടെ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അയച്ചു. അങ്ങനെ അവർ അവിടെ ആ ഒട്ടകങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന ആ പ്രദേശത്തായി ജീവിക്കുകയും അവിടെ നിന്ന് ഈ ചികിത്സ നടത്തുകയും അധികം വൈകാതെ, നബിയാണല്ലോ ചികിത്സിച്ചിരുന്നത്, അപ്പോൾ അവരുടെ ചികിത്സ ഫലിക്കുകയും ചെയ്തു. മാത്രമല്ല അവർ രോഗം മാറുകയും ചെയ്തു. രോഗം മാറിയതോടുകൂടെ അവരുടെ ആർത്തിയുടെ കണ്ണുകൾ വിടരാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്തു എന്നറിയാമോ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച ചുമതലപ്പെടുത്തിയ ഈ ഒട്ടകങ്ങളുടെ മേക്കുകാരനെ അവർ കൊന്നുകളഞ്ഞു. എന്നിട്ടോ ഈ ഒട്ടകങ്ങളെ അവർ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ആ വിവരം കുറച്ച് കഴിഞ്ഞിട്ടാണ് നബി അറിഞ്ഞത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ കുർസ് ബിൻ ആമിർ അൽ ഫിഹിരിയുടെ നേതൃത്വത്തിൽ അവിടേക്ക് ഒരു സംഘത്തെ പറഞ്ഞേക്കുകയും അവരെ കയ്യോടെ പിടികൂടിക്കൊണ്ടേ ചെയ്യും. അവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായി ശിക്ഷിച്ചത് എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ അറേബ്യയുടെ ചില മണൽ മടക്കുകൾക്കിടയിൽ നിന്ന്, ചില മുക്കുകളിൽ നിന്നും മൂലയിൽ നിന്നും ഉള്ള ചില എതിർപ്പുകളൊക്കെ ഇങ്ങനെ പുകയുന്നുണ്ടായിരുന്നു. ആ പുക ശ്രദ്ധയിൽപ്പെടുന്ന അതേ സമയം തന്നെ മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഇങ്ങനത്തെ പ്രധാന സഹാബിമാരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളെ അയച്ചുകൊണ്ട് എന്നാണ്. അങ്ങനെ അതും കൂടി കഴിഞ്ഞപ്പോൾ അറേബ്യയുടെ മൊത്തത്തിലുള്ള സ്ഥിതി ഇസ്ലാമിന് അനുകൂലവും ശാന്തവുമായി മാറി. നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണത്. മൊത്തത്തിൽ വലിയ എതിർപ്പുകളൊന്നുമില്ല. അതേസമയം മറുഭാഗത്ത് ഇസ്ലാം മദീനയിൽ നന്നായി വേരിറക്കി കഴിഞ്ഞു. ഒരു വലിയ വിശ്വാസികളുടെ സമൂഹം ഉണ്ടായിക്കഴിഞ്ഞു. എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനം കൈവന്നു, വളർച്ച കൈവന്നു. അപ്പോഴാണ് മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പ്രധാനപ്പെട്ട സഹാബിമാരുടെയും മനസ്സിലൊക്കെ ഉണ്ടായിരുന്നൊരു ചിന്ത മക്കയെക്കുറിച്ചാണ്. എന്തൊക്കെ പറഞ്ഞാലും മക്ക തങ്ങളുടെ നാടാണ്, അതവിടെ നിൽക്കട്ടെ, ലോകത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത, ബക്ക എന്ന മക്കായിലുള്ള കഅബാലയമാണ് ഈ ലോകത്തെ ആദ്യത്തെ പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഇബ്രാഹിം നബിയുടേതാണ്, ഇസ്മായിൽ നബിയുടേതാണ്. മാത്രമല്ല ലോകത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. അതുകൊണ്ട് അത് കയ്യിൽ വരേണ്ടതാണല്ലോ എന്ന ഒരു ചിന്ത, തീക്ഷ്ണമായ ആലോചന അവരുടെ മനസ്സിൽ വന്നു. ആ സമയത്താണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.